എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ടീച്ചർ ആയാലും നമ്മളൊക്കെ മനുഷ്യരാണ്. തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജവുമാണ്. തെറ്റിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ശരി പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ തെറ്റ് പറ്റുന്നത്. അപ്പോ നമുക്ക് ടീച്ചർമാർ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഗെറ്റിംഗ് ബേൺഡ് ഔട്ട്. പുതിയ ടീച്ചർമാർ ഒരുപാട് നേരം സ്കൂളിൽ ചെലവഴിക്കും. നോ പറയാൻ പറ്റാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കും. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടീച്ചിങ് ജോബ് എന്നുള്ളത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ നമ്മുടെ ജീവിതം മുഴുവൻ ടീച്ചിങ് മാത്രമല്ല. നിങ്ങൾ സ്കൂളിലെ ജോലി മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് കൂടി ഉണ്ടെന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. എന്ന് വെച്ച് സ്കൂളിലെ ജോലി ചെയ്യേണ്ട എന്നല്ല, സ്കൂളിലെ ജോലി സ്കൂളിൽ വെച്ച് തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിലേക്ക് കൊണ്ടുവരാണ്ട് നോക്കുക. ഇനി ടീച്ചർമാർ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മേക്കിംഗ് അസംഷൻസ് അബൌട്ട് സ്റ്റുഡൻസ്. ചില ടീച്ചർമാരുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കുട്ടികളെ അങ്ങ് വിലയിരുത്തി കളയും. അത് ചിലപ്പോൾ മറ്റു ടീച്ചർമാർ പറയുന്ന അഭിപ്രായം കേട്ടിട്ടാവാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്തെങ്കിലും പ്രവൃത്തി കണ്ടിട്ടാവാം. അങ്ങനെയൊന്നും നമ്മൾ കുട്ടികളെ ഒരിക്കലും വിലയിരുത്തരുത്. ഇപ്പോ LKG UKG പഠിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ആ കുട്ടി 5ലും 6ലും എത്തിക്കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കോ? അല്ല. അതുപോലെ ഈ 5ലും 6ലും പഠിക്കുന്ന കുട്ടി ഭാവിയിൽ ഇതുപോലെ ആയിരിക്കോ? അല്ല. അപ്പോ കുട്ടികളുടെ പെട്ടെന്നുള്ള ഒരു പ്രവൃത്തി കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു ടീച്ചർമാരുടെ അഭിപ്രായം കേട്ടിട്ടോ നമ്മൾ ഒരു കുട്ടിയെയും ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. ഇനി മൂന്നാമത്തേത്, റിമെമ്പർ യുവർ സ്റ്റുഡൻസ് നെയിം. പല ടീച്ചർമാർക്കും മാസങ്ങൾ കഴിഞ്ഞാലും തങ്ങളുടെ സ്റ്റുഡൻസിന്റെ പേര് ഓർമ്മിച്ചെടുക്കാൻ കഴിയാറില്ല. ടീച്ചർമാര് കുട്ടികളുടെ പേര് വിളിച്ച് സംസാരിച്ചാൽ മാത്രമാണ് കുട്ടികളുമായിട്ട് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് എന്തെങ്കിലും അഡ്വൈസോ അല്ലെങ്കിൽ മോട്ടിവേഷനോ കൊടുക്കുമ്പോൾ അവരുടെ പേര് വിളിച്ച് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാലാമത്തേത്, മെയിൻറ്റെയിൻ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്. ടീച്ചർമാർ ഒന്നുകിൽ കുട്ടികളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഫ്രീ ആയിരിക്കും. ഇത് രണ്ടും നല്ലതല്ല. ടീച്ചർമാര് സ്ട്രിക്റ്റ് ആകേണ്ടടുത്ത് എന്തായാലും സ്ട്രിക്റ്റ് ആകണം. അതുപോലെ ഫ്രീഡം കൊടുക്കേണ്ടടുത്ത് കുട്ടികൾക്ക് ഫ്രീഡവും കൊടുക്കണം. ഇനി അഞ്ചാമത്തേത്, മേക്ക് ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾ ഓഫ് ടീച്ചിങ്. അതായത് ചില ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസൈൻമെന്റും ആക്ടിവിറ്റിയും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലെസണുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പക്ഷേ നിങ്ങൾ ടീച്ചർമാർ നിങ്ങൾ പഠിപ്പിക്കുന്ന ചാപ്റ്ററിന് അനുയോജ്യമായ ആക്ടിവിറ്റിയും അതുപോലെ അസൈൻമെന്റും വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. ഓരോ ചാപ്റ്ററും എന്തിനാണ് പഠിപ്പിക്കുന്നതെന്നും അതിൽ നിന്നും കുട്ടികൾ എന്തൊക്കെ അറിവാണ് നേടേണ്ടതെന്നും ഒരു ധാരണ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ടീച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.